ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. പ്രസൻറ്റ് ടെൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. എന്താണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്? അൺചേഞ്ചിങ് ആൻഡ് ഫിക്സ്ഡ് അറേഞ്ച്മെൻറ്റ്സ്. അതായത് ഹാബിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് നടക്കുന്ന സംഭവം. നമ്മുടെ ഹാബിറ്റാണത്. റൂട്ടീനായിട്ട് ചെയ്യില്ലേ, റെഗുലറായിട്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിച്ച് പറയാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. കുറച്ച് എക്സാമ്പിൾസ് പറയുമ്പോൾ കറക്റ്റ് ഐഡിയ കിട്ടും. ഫസ്റ്റ് നോക്കാം. ഡെയിലി റൂട്ടീൻ. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഡെയിലി റൂട്ടീൻ എന്ന് പറയാം. ഇവിടെ നോക്കിയേ. ഐ വേക്ക് അപ്പ് അറ്റ് 6 AM എവറി ഡേ. ഞാൻ എന്നും എഴുന്നേൽക്കുന്നത് 6 മണിക്കാണ് എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഐ വേക്ക് അപ്പ് എന്നുള്ള വാക്കാണ്. വേക്ക് അപ്പ്. ഇത് പ്രസൻറ്റ് ടെൻസിലാണെന്ന് മനസ്സിലാക്കുക. എല്ലാവരും പ്രസൻറ്റ് ടെൻസിലാട്ടോ. ഇനി ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേർഡ്സ് എങ്ങനെ ഉപയോഗിക്കണം പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസസിൽ എന്നുള്ളത് ആണ് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ട കാര്യം. ഓക്കെ. ഐ വേക്ക് അപ്പ് അറ്റ് 6 AM എവറി ഡേ. ഐ ബ്രഷ് മൈ ടീത്ത് ആൻഡ് വാഷ് മൈ ഫേസ്. കണ്ടോ വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത്? ബ്രഷ്, അതേപോലെ വാഷ്, അങ്ങനെയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പല്ല് തേക്കും, എന്നിട്ട് മുഖം വാഷ് ചെയ്യും. ദെൻ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനുശേഷം എന്താ ചെയ്യുക? ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഭക്ഷണം കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആൻഡ് ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. സ്കൂളിലേക്ക് എന്താ റെഡി ആവും. അവിടെ ഗെറ്റ് റെഡി. മൈ മോം പാക്സ് മീ എ ലഞ്ച്. മോം പാക്സ് മീ എ ലഞ്ച്. എനിക്ക് അമ്മ ലഞ്ച് പാക്ക് ചെയ്ത് തരും. ആൻഡ് ഐ ലീവ് ഫോർ സ്കൂൾ അറ്റ് 7:30 AM. ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് 7:30-ക്കാണ്. ഇവിടെ കണ്ടോ യൂസ് ചെയ്തേക്കുന്ന ബോൾഡിൽ ഞാൻ കൊടുത്തേക്കുന്ന എല്ലാ വാക്കുകളും പ്രസൻറ്റ് ടെൻസിന് വേണ്ടിയിട്ടുള്ള എന്താ വാക്കുകളാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. വേക്ക്, ബ്രഷ്, വാഷ്, ഹാവ്, ഗെറ്റ്, പാക്സ്, ലീവ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഹോബീസ്. ഐ ലവ് പ്ലേയിങ് ടെന്നീസ്. ടെന്നീസ് കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഐ പ്ലേ ടെന്നീസ് എവറി സാറ്റർഡേ മോർണിംഗ്. അപ്പോൾ എല്ലാ സാറ്റർഡേ മോർണിംഗിലും ഞാനിത് റെഗുലറായിട്ട് ടെന്നീസ് പ്ലേ ചെയ്യാറുണ്ട്. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ മീറ്റ് അറ്റ് ദ കോർട്ട് അറ്റ് 8 AM. എൻ്റെ ഫ്രണ്ട്സും ഞാനും ടെന്നീസ് കോർട്ടിൽ മീറ്റ് ചെയ്യുന്നത് രാവിലെ 8 മണിക്കാണ്. വി പ്ലേ ഫോർ 2 hours. ഞങ്ങൾ 2 മണിക്കൂർ ടെന്നീസ് പ്ലേ ചെയ്യും. ആൻഡ് ദെൻ ഹാവ് എ സ്നാക്ക് ടുഗെദർ. അതിനുശേഷം ഞങ്ങളൊരു സ്നാക്ക് ഒരുമിച്ച് കഴിക്കും. കണ്ടോ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന വാക്കുകൾ ഏതാണെന്ന് നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ബോൾഡിൽ കൊടുത്തിട്ടത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് കേട്ടോ. ലവ്, പ്ലേ, മീറ്റ്, അഗൈൻ പ്ലേ, ഹാവ്. ഇതെല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അടുത്തത് നോക്കാം. ഫാമിലി. മൈ ഫാമിലി ലിവ്സ് ഇൻ എ ബിഗ് ഹൗസ്. എൻ്റെ ഫാമിലി ഒരു വലിയ വീട്ടിലാണ് താമസിക്കുന്നത്. മൈ മോം കുക്സ് ഡിന്നർ എവറി നൈറ്റ്. എല്ലാ രാത്രികളിലും ഡിന്നർ കുക്ക് ചെയ്യുന്നത് എൻ്റെ മോമാണ്. മൈ ഡാഡ് വാച്ചസ് TV ആഫ്റ്റർ ഡിന്നർ. എൻ്റെ ഡാഡ് ഡിന്നറിന് ശേഷം TV കാണും. കണ്ടോ ഇവിടെ നോക്കിക്കേ. ലിവ്സ്, കുക്സ്, വാച്ചസ്. മൈ സിസ്റ്റർ ഡസ് എ ഹോംവർക്ക് ഇൻ ഹെർ റൂം. എൻ്റെ സിസ്റ്റർ അവളുടെ ഹോംവർക്ക് അവളുടെ റൂമിലിരുന്ന് ചെയ്യും. ഐ പ്ലേ വീഡിയോ ഗെയിംസ് ഇൻ മൈ റൂം. ഞാൻ എൻ്റെ റൂമിലിരുന്ന് വീഡിയോ ഗെയിംസ് പ്ലേ ചെയ്യും. ഇത് റെഗുലറായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലിവ്സ്, കുക്സ്, വാച്ചസ്, ഡസ് ആൻഡ് പ്ലേ. സ്കൂൾ. ഐ അറ്റൻഡ് സ്കൂൾ എവറി ഡേ. ഐ അറ്റൻഡ് എന്നുള്ള വാക്കാണ്. മൈ സ്കൂൾ സ്റ്റാർട്ട്സ് അറ്റ് 8 AM. ഞാൻ എല്ലാ ദിവസവും സ്കൂൾ അറ്റൻഡ് ചെയ്യും. സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 AM, രാവിലെ 8 മണിക്കാണ്. ഐ ഹാവ് 6 classes എവറി ഡേ. എല്ലാ ദിവസവും എനിക്ക് 6 ക്ലാസ് ഉണ്ട്. മൈ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇസ് മാത്ത്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് ആണ്. ഐ ലൈക്ക് മൈ ടീച്ചർ മിസ്സസ് സ്മിത്ത്. എനിക്ക് എൻ്റെ ടീച്ചറിനെ ഇഷ്ടമാണ്. ടീച്ചറിൻ്റെ പേര് മിസ്സസ് സ്മിത്ത് എന്നാണ്. കണ്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഏതൊക്കെയാണ്? അറ്റൻഡ്, സ്റ്റാർട്ട്സ്, ഹാവ്, ഈസ്, ലൈക്ക്. അടുത്തത് നോക്കാം. വർക്ക്. ഐ വർക്ക് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. കണ്ടോ വർക്ക് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഐ ഗോ ടു ഓഫീസ് എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകും. ഐ വർക്ക് ഓൺ പ്രൊജക്ട്സ് ആൻഡ് മീറ്റ് വിത്ത് ക്ലയൻറ്റ്സ്. ഞാൻ പ്രൊജക്ട്സ് ചെയ്യും, അതേപോലെ തന്നെ ക്ലയൻസിനെയും കാണും. മൈ ബോസ് ഗിവ്സ് മീ ഫീഡ്ബാക്ക് ഓൺ മൈ വർക്ക്. എൻ്റെ ബോസ് ഞാൻ ചെയ്ത വർക്കിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് തരും. ഐ ലൈക്ക് മൈ ജോബ്. എനിക്ക് എൻ്റെ ജോബ് ഇഷ്ടമാണ്. ഇവിടെ കണ്ടോ വർക്ക്, ഗോ, പിന്നെയും വർക്ക് തന്നെ, ഗിവ്സ്, ലൈക്ക്. ഇതൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന വാക്കുകൾ. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഇവിടെ നമ്മൾ എല്ലാം റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ഡെയിലി റൂട്ടീൻ. ഡെയിലി നമ്മൾ
6 മണിക്ക് എഴുന്നേൽക്കുന്നു, കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ബ്രഷ് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നു, ഫേസ് വാഷ് ചെയ്യുന്നു. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയേണ്ടത്. ഇവിടെ നോക്കാം ഹോബീസ്. ഹോബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നോക്കാം ഫാമിലി. എൻ്റെ ഫാമിലിയിൽ നടക്കുന്നത് എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ്. സ്കൂൾ, ഞാൻ എന്നും സ്കൂളിൽ പോകുന്നു, എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ഇതാണ്, എനിക്ക് ഒരു ദിവസം ഇത്ര അവേഴ്സ് ഉണ്ട്, ഇതെല്ലാം സെയിം റെഗുലർ നടക്കുന്ന ഹാബിറ്റാണ്. വർക്ക്, ജോലിക്ക് പോകുമ്പോഴും സെയിം കാര്യങ്ങൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് കുറച്ചൊക്കെ ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സെൻറ്റൻസ് തന്നെ വായിച്ച് നോക്കിയിട്ട് ഇതിൽ ചില വാക്കുകളിൽ ചേഞ്ച് വരുത്തി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ നോക്കിയേ, നിങ്ങളിപ്പോൾ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഐ വർക്ക് ആസ് എ ടീച്ചർ എന്നാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങളതേപോലെ നിങ്ങളിപ്പോൾ ഡോക്ടറാണോ, ലോയറാണോ, അക്കൗണ്ടൻ്റ് ആണോ, ആരാണോ, ഏത് ജോബ് ചെയ്യുന്ന ആളാണെങ്കിലും ഐ വർക്ക് ആസ് ആ ഒരു പേര് പറയാം. ആസ് എ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഫഷൻ്റെ പേര് പറയാം. പിന്നെ ഐ ഗോ ടു, ഇപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഇങ്ങനെ പറയും ഐ ഗോ ടു ഹോസ്പിറ്റൽ എവറി ഡേ. ടീച്ചർ ആണെങ്കിലോ ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഒരു അക്കൗണ്ടൻ്റ് ആണെങ്കിലോ ഐ ഗോ ടു ഓഫീസ് എവറി ഡേ. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റി ചേഞ്ചസ് വരുത്തി പറഞ്ഞു നോക്കണം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പോലെ ഈസി ആയിട്ട് തെറ്റില്ലാതെ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അത് മാത്രമല്ല ഗ്രാമർ നന്നായി പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.